നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ഇടവൻ രാശി കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയുടെ രാശിയാധിപനും 6ാം ഭാവാധിപനുമായ ശുക്രൻ 2026 സെപ്റ്റംബർ 2 ഇടവത്തിൻ്റെ 6ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അഷ്ടമാധിപനായ വ്യാഴം 3ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സ്ഥിതി ചെയ്യുന്നു. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതി അനുസരിച്ച് തൊണ്ടവേദന, ഉറക്കക്കുറവ്, അസിഡിറ്റി എന്നിവയുണ്ടാകാം. ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. 5ാം ഭാവാധിപനായ ബുധൻ ഓഗസ്റ്റ് മാസത്തിൽ ഇടവത്തിൻ്റെ 5, 6 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ കൂടുതൽ ഗുണമേന്മ നൽകുന്നില്ലെങ്കിലും സ്വക്ഷേത്രമായതിനാൽ ഗുണഫലങ്ങൾ തന്നെ നൽകും. സെപ്റ്റംബർ 26 ശേഷം 6ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ബുധൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് നൽകും. പ്രത്യേകിച്ച് ഗവേഷണ പഠനം, ബാങ്കിങ്, ടെക്നിക്കൽ സ്റ്റഡീസ് എന്നിവ നടത്തുന്നവർക്ക് മത്സരങ്ങളിൽ വിജയസാധ്യത കൂടും. ദിവസേനയുള്ള പഠനമായിരിക്കും ഇവർക്ക് കൂടുതൽ ഗുണം നൽകുക. 10ാം ഭാവാധിപനായ ശനി അഭീഷ്ടസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നതിനാൽ തടസ്സപ്പെട്ട് കിടന്ന വർക്കുകൾ പൂർത്തീകരിക്കാനും തൊഴിൽ സ്ഥലത്തെ അംഗീകാരങ്ങൾ ലഭിക്കാനും അവസരമുണ്ടാകും. പദവികൾ ലഭിക്കും, ഉത്തരവാദിത്വം വർദ്ധിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആർക്കിടെക്ചർ, ഡിസൈൻ, ഫൈനാൻസ്, മാർക്കറ്റിംഗ് എന്നീ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ വർദ്ധിക്കും. 7ാം ഭാവാധിപനായ ചൊവ്വ സെപ്റ്റംബർ 18 3ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഉത്സാഹവും കഴിവും വർദ്ധിക്കും. നല്ല പാർട്ട്നേഴ്സിനെ കിട്ടുമെങ്കിലും ഒരു ശ്രദ്ധ കൂടി വേണം. റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, കൺസൾട്ടിംഗ്, വെൽത്ത് മാനേജ്മെൻറ്റ് എന്നിവ നടത്തുന്നവർക്ക് സമയം അനുകൂലമാണ്. പ്രണയബന്ധത്തിൽ പിടിവാശി പാടില്ല, എന്നാലും ആത്മാർത്ഥത നിലനിൽക്കും. പങ്കാളികൾ തമ്മിൽ സമ്മാനങ്ങൾ കൈമാറും. കുടുംബജീവിതത്തിൽ സ്നേഹവും വൈകാരികതയും വർദ്ധിക്കും. ധാരാളം വിവാഹാലോചനകൾ വരുമെങ്കിലും പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. നിത്യവും വിഷ്ണു സഹസ്രനാമം കൂടി ജപിക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും.